ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊള്ളായിരക്കണ്ടിയിലേക്കാണ്. തൊള്ളായിരക്കണ്ടിയിലേക്ക് ഈ റോഡ് വഴി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡ് ആയതുകൊണ്ട് വണ്ടി നമുക്ക് താഴത്ത് നിർത്തിയിട്ട് ചെളിയുണ്ട്, ടയർ വയ്ക്കും, അതുകൊണ്ട് വണ്ടി താഴെ ഇട്ടു ഇതിങ്ങനെ നടന്ന് കയറുകയാണ് കേട്ടോ. നമ്മൾ കയറി കുറച്ച് എത്തിയപ്പോൾ ഒരു അടിപൊളി കാഴ്ച കണ്ടില്ലേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുള്ളും മലകൾ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നോക്കിയോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇനിയും മേലോട്ട് കയറാനുണ്ടാവും. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് തൊള്ളായിരക്കണ്ടിയിലെ കാഴ്ചകൾ. നല്ല രസമുണ്ട്. ഇതാണ് റോഡ്, തൊള്ളായിരക്കണ്ടിയിലേക്കുള്ള റോഡ് തന്നെ. നമ്മൾ ബൈക്കൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ ആകെ പണിയാവും. ടയറൊക്കെ എല്ലാം വയ്ക്കുന്നുണ്ട്. പിന്നെ ജീപ്പ് പോകുന്നുണ്ട്, ജീപ്പിൽ കയറിയിട്ടില്ല. ഞാൻ നടന്നു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു രസമുള്ളത്. നടന്നിട്ട് നമ്മളിങ്ങനെ ആസ്വദിക്കണം, അതാണ് രസം. നല്ല രസമുള്ള റോഡുകളാട്ടോ. രാവിലത്തെ കാര്യം പിന്നെ ഒന്നും പറയണ്ട, നല്ല തണുപ്പാ, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഈ തണുപ്പിനുള്ള കോട്ടിട്ടും ബൈക്കുമ്പോൾ വരുമ്പോൾ നല്ല തണുക്കുണ്ട്. രാവിലത്തെ കാര്യാട്ടാ, കുറച്ച് കഴിഞ്ഞാലുള്ള കാര്യം എനിക്കറിയില്ല. നല്ല തണുപ്പാ. അവിടെ നിന്ന് ഏതോ ഒരു ബൈക്കാരെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ജീപ്പിൽ പോണതിനെക്കാട്ടി നല്ലതേ നടന്നു പോയനാണ്. നടന്നു പോണ സുഖം ഒരിക്കലും ജീപ്പ് പോകുമ്പോൾ കിട്ടുകയല്ല. അതൊരു സംഭവം തന്നെയാണ്, നടന്നിട്ട് തന്നെ അനുഭവിക്കണത്. കളറാണ്, ഒന്നും പറയാനില്ല.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേലെ പോയിട്ട് ഒരു കാര്യമൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലോ, നേരെ ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണേ. 900 കണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് അപ്പോൾ നമ്മളിഞ്ഞ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിനാണ് കയറാൻ പോവാണ്. ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ റോഡ് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ഒരു മലൻ്റെ മുകളിൽ എത്തണം. അതാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് പോയിട്ട് ഇനി കാര്യമില്ല, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നമുക്ക് ഗ്ലാസ് പാലത്തിനാണ്ട് പോയി വെക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ആദ്യ കസ്റ്റമർ ഞാനാണ്. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്ന ആദ്യ കസ്റ്റമർ ഞാനാണ്. ഏതായാലും സംഭവം ഓക്കെ ആയിട്ടാ, സെറ്റാണ്. ഫസ്റ്റ് ഞാൻ തന്നെ വന്ന്. അപ്പം ഇനി കളറായിക്കോളും നമ്മുടെ. നമ്മൾ ഇനി ഇതിൻ്റെ മേലെ കണ്ട് കയറണം. ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ വ്യൂസാണ്. നേരത്തെ കണ്ട മലന്റെ ബാക്കി. കണ്ടില്ല, ഇവര് ഈ പാറമന്ന് ആ പാറമ കണ്ട് കടക്കാൻ വേണ്ടിയിട്ട് പാലം അതിലുണ്ടാക്കിക്കാണ്. പതുക്കെ ഇങ്ങനെ ഇറങ്ങി അടിപൊളി. അവിടെ ഊഞ്ഞാലാടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാ, ഇനി കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. ഇരിക്കുന്നതിന് മുന്നേ അത് കയറി വന്നത് കണ്ടില്ലേ, നമ്മളിവിടെ വ്യൂ പോയിന്റിന്റെ അവിടെ എത്തിക്കണേ. നമ്മൾ നേരത്തെ കണ്ട മലന്റെ ബാക്കി കണ്ടില്ലേ. ഇവിടെ ഇരുന്ന് ആടാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഊഞ്ഞാലും സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കണ്ടില്ലേ. ആ മലമന്ന് ആ പാറമന്ന് ഈ പാറമ കണക്കുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാറോ, ആദ്യം ഗ്ലാസ് ബ്രിഡ്ജുമ്മ കണ്ട് പോയേക്കാം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാറോ ഇങ്ങോട്ടേക്ക് വരാം. ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങി ദീപുളിന്ന് ചാടിക്കളിച്ച് ഗ്ലാസ് ബ്രിഡ്ജ്. ഈ മരത്തുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കണേ. വഴി തന്നെയാണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. വലിയ ലോങ് ഒന്നും കേട്ടാ. പിന്നെ മഞ്ഞ് നല്ല ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം, ഈ ഗ്ലാസ്സിലൊക്കെ നല്ല മഞ്ഞുണ്ട്. ചവിട്ടുമ്പോൾ താവുണ്ട് സാധനം, പക്ഷെ പോകില്ലാന്ന് വിചാരിക്കുന്നു. അടിപൊളി അടിപൊളി. തണുപ്പുണ്ട് കേട്ടോ, കാലൊക്കെ തണുക്കുന്നുണ്ട്. മഞ്ഞായിട്ട് തോന്നുന്നുണ്ട്.
അപ്പോൾ നമ്മളതിമൊന്ന് പോകുന്നുട്ടാ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ആകുമ്പോൾ അടിപൊളിയായിരുന്നു. ഒരു 20-25 അടി അത്രയൊക്കെ ഉണ്ടാവും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളം. അറ്റത്ത് പോയി എന്നാണ് നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് ആട്ടാ, ഒരു രക്ഷയില്ല. അപ്പം നമ്മളവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടീൻ്റെ അടുത്ത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.